അമിത്ഷാജിയുടെ മുമ്പിൽ വെച്ചിട്ട് അമിത്ഷാജിക്ക് അന്ന് കൊടുത്ത ഉറപ്പ് BJP ആദ്യമായിട്ട് ഭരിക്കാൻ പോകുന്ന കേരളത്തിലെ നഗരസഭ അത് പാലക്കാട് നഗരസഭയായിരിക്കുന്നു ഞാൻ അന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു. 2015 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP പാലക്കാട് നഗരത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്, നിങ്ങൾ ആ വാർഡിൽ പോയി മത്സരിച്ച് തോറ്റാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി പോകുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ രാഷ്ട്രീയ ഭാവിയായിരുന്നില്ല ഞാൻ നോക്കിയിരുന്നത്, BJPയെ പാലക്കാട് നഗരത്തിൽ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ആ ചാലഞ്ച് ഏറ്റെടുത്തു. എനിക്ക് ആ വാർഡ് 2015 പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. 2026 മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? മണ്ഡലത്തിലെ ഏറ്റവും വലിയ വ്യവസായ നഗരമായിട്ടുള്ള വ്യവസായ മേഖലയായിട്ടുള്ള കഞ്ചിക്കോട് ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്നുള്ള പദ്ധതി സമയബന്ധിതമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് 2-2.5 വർഷം കൊണ്ടാണ് അത് പൂർത്തീകരിക്കണമെന്ന് ലക്ഷ്യമിട്ടുള്ളത്. അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടാൽ 50,000-ലധികം ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് അവിടെ ജോലി സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പള്ളം എന്നുള്ള പ്രദേശത്ത് പോയി. ഉച്ചയ്ക്ക് 1:15 മണിക്ക് ഒരു കൂട്ടം വീട്ടമ്മമാർ നിൽക്കുകയാണ്. എന്താണെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, 5 മാസമായി ഞങ്ങൾക്ക് മലമ്പുഴ കുടിവെള്ളം കിട്ടിയിട്ട് ഇന്ന് 1 മണിക്കൂർ ആ കുടിവെള്ളം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയേറെ പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളെ ജയിപ്പിച്ച ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിവെള്ളം പോലും ഇതുവരെ ലഭിക്കാതിരിക്കുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. ആ നീതികേടിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്.